നമസ്കാരം. എൻ്റെ പേര് ഫിറോസ് ഹീബ, കാലിക്കറ്റ് കലാമന്ദിറിൻ്റെ പ്രസിഡന്റാണ്. നമ്മുടെ പ്രോഗ്രാമാണ് നാളെ കുറ്റിച്ചിറ ഓപ്പൺ സ്റ്റേജിൽ വെച്ചിട്ട്. ഇതോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ 37 വർഷമായിട്ടുള്ള ഒരു ക്ലബ്ബാണ്. കുറെ പല്ല് പോയ സിംഹങ്ങളടക്കമുള്ള പഴയ ക്ലബ്ബ്. ഇതുവരെ രംഗത്തേക്ക് പല ആൾക്കാർക്ക് വേണ്ടി സ്പോൺസർ ചെയ്താണെങ്കിലും കലാമന്ദിറിന്റെ പേരിൽ പല ആൾക്കാരും പരിപാടി നടത്തി. ആദ്യമായിട്ടാണ് കലാമന്ദിറിന്റെ ഒരു പ്രോഗ്രാം കോഴിക്കോട് സിറ്റിയിൽ ലതാ മങ്കേഷ്കറിന്റെ പ്രോഗ്രാം ഇഷ്ടമുള്ള ആളുകൾ സദസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കും. നിങ്ങൾക്കറിയാം, കോഴിക്കോട് കൂടുതലും ബാബുരാജിന്റെ, കൂടാതെ ലതാ മങ്കേഷ്കർ, റഫീ സാബിന്റെ, മുകേഷിന്റെ, കിഷോർ കുമാറിന്റെ കുറെ ആരാധകരുള്ള ആളാണ്. നമ്മുടെ അടുത്ത കാലത്തായിട്ട് കുറെ റഫീ സാബിന്റെ പ്രോഗ്രാമുകൾ കുറെ നടന്നുകൊണ്ട് ലതാ മങ്കേഷ്കറിന്റെ പ്രോഗ്രാം നടന്നില്ല എന്നല്ല, പക്ഷെ എന്നിരുന്നാലും ലതാജിയുടെ അടിച്ചുപൊളി പാട്ടൊന്നുമില്ല. സൈലന്റ് ആയിട്ടുള്ള പാട്ടുകൾ മാത്രം, ആൾക്കാർ ആസ്വദിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രിയ ഗായിക നസിയ റഫീ അവതരിപ്പിക്കുകയാണ്. ഇതാണ് നമ്മൾ ഏറ്റവും വലിയ കണ്ടന്റ്. പിന്നെ 1990 ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ 17 ഇടിയാങ്ങലിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം കുറെ ക്ലബ്ബുകളോട് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നും നിലനിന്ന് പോകുന്ന ഒറ്റ ക്ലബ്ബ് കാലിക്കറ്റ് കലാമന്ദിർ. ഈ കാലിക്കറ്റ് കലാമന്ദിറുടെ ഇന്നേ വരെ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ സ്പോൺസർ ചെയ്യാനോ ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയ കുറച്ച് മെമ്പർമാർ, പ്രത്യേകിച്ച് കോഴിക്കോടുള്ള കുറെ വ്യാപാരികൾ രംഗത്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ? നിങ്ങളെ ക്ലബിലുള്ള കുറെ ആളുകൾ നല്ല രീതിയിൽ പാടുന്ന ആളുകളല്ലേ, വയസ്സും കാര്യങ്ങളൊന്നും നോക്കണ്ട, മെലഡീസ്, അതാണ് ഞങ്ങളെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ എല്ലാ സഹകരണവും വേണം എന്നുള്ള അഭ്യർത്ഥനയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കും. നമ്മുടെ സെക്രട്ടറി മുഹമ്മദ് അലി, നമ്മുടെ കാരണവരായ നമ്മുടെ കോയക്ക നജീബ് പറയും. കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രസിഡന്റ് വിശദീകരിച്ചു കഴിഞ്ഞു. 34 വർഷത്തെ നമ്മുടെ സംഗീത ചരിത്രമാണ് കാലിക്കറ്റ് കലാമന്ദിർ. നാളെ നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്, ട്രിബ്യൂട്ട് ലതാ മങ്കേഷ്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സദസ്സിലേക്ക് എല്ലാവരുടെയും സഹകരണം അപേക്ഷിക്കുന്നു. കൂടുതലൊന്നും പറയാനില്ല, ഒക്കെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു.